ഹരി ഓം. എല്ലാവർക്കും സാദര പ്രണാമം. എല്ലാ സജ്ജനങ്ങൾക്കും നമ്മുടെ ഇന്നത്തെ 100 ദിന യജ്ഞ സമർപ്പണത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളുടെ പ്രിയപ്പെട്ട ഉഷ് ടീച്ചർ നയിക്കുന്ന ഈ യജ്ഞ സമർപ്പണം ഇന്ന് നമ്മളുടെ 98ാമത്തെ ദശകത്തിലെത്തി നിൽക്കാണ്. വളരെ മനോഹരമായിട്ട് നമുക്കത് വിവരിച്ചു തരാൻ ടീച്ചർ തയ്യാറായിട്ടിരിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ യജ്ഞ സമർപ്പണത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. തിരുമേനിക്ക് പാദ നമസ്കാരം. ജയശ്രീ, സ്വാഗതം. ഇന്ന് 98ാമത്തെ ദശകം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 98, നിഷ്കള ബ്രഹ്മോപാസനം. യസ്മിന്നേതദ്വിഭാതം യദൈദമഭവദ്യേന ചേദം യോസ്മാദുത്തീർണരൂപഃ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ. യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ജന്മാധോ കർമ്മ നാമ സ്ഫുടമിഹ ഗുണദോഷാദികം വാ ന യസ്മിൻ ലോകാനാമൂതയേ യഃ സ്വയമനുഭജത്തെ താനി മായാനുസാരീ. ബിഭ്രച്ഛക്തിരൂപോऽപി ച ബഹുതരരൂപോ ബിഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാമ്നേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. നോ തിര്യഞ്ജം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹു. ശിഷ്ടം യത്സ്യാം നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തി തത്സത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്രഭേദൈ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത് സ്വപ്ന സങ്കൽപകൽപം. ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. ശബ്ദബ്രഹ്മേതി കർമ്മേത്യനുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം. വേദാദ്യൈര്യന്തു ഗീതം പുരുഷപരചിദാത്മാഭിദം തത്തു തത്വം പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. സത്തേനാസത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ തത്തേയാ സാവവിദ്യാ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം. വിദ്യാത്വം സൈവ യാതാ ശ്രുതിവചനലവൈര്യത്കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഖഡശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ. സ്വപ്നദ്രഷ്ടുഃ പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോവയദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമതിവികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തഥാന്യേ യദ്ഭീതാ പത്മജാദ്യാഃ പുനരുചിതബലീനാ ഹരന്തേനുകാലം. യേനൈവാരോപിതാഃ പ്രാങ്നിജപദമപി തേ ച്യാപിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്രിക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരപി നിഗമൈർഗീയമാനസ്വരൂപം. തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്ത വിശ്വം
त्रैकाल्ये भेदहीनं त्रिभिरहमनिशं योगभेदैर्भजे त्वाम् सत्यं शुद्धं विबुद्धं जयति तव वपुर्नित्यमुक्तं निरीहं निर्द्वन्द्वं निर्विकारं निखिलगुणगणव्यञ्जनाधारभूतं निर्मूलं निर्मलं तन्निरवधि महिमोल्लासि निर्लीनमन्तर्निस्सङ्गानां मुनीनां निरुपम परमानन्दसान्द्रप्रकाशम् दुर्वारं द्वादशारं त्रिशतपरिमिळत् षष्टिपर्वाभिवीतं सम्भ्राम्यत् क्रूरवेगं क्षणमनुजगदाच्छिद्य सन्धावमानं चक्रं ते कालरूपं व्यथयतु नतु मां त्वत्पदैगावलम्बं विष्णो कारुण्यसिन्धो पवनपुरपते पाहि सर्वामयौघात्। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। हरये नमः। നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. 98ാമത്തെ ദശകം വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്ത് നമ്മൾ കേട്ടു. അതിമനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണത്. ഭഗവാന്റെ ആ നിഷ്കള ബ്രഹ്മസ്വരൂപത്തെ 10 ശ്ലോകങ്ങളില് ശ്രീ ഭട്ടതിരിപ്പാട് സ്തുതിക്കുകയാണ്. കാരണം നമ്മള് ആ മൂർത്തി ആരാധനയൊക്കെ ഇപ്പൊ നമ്മള് ധാരാളം ദശകങ്ങളിലെ അതിനെ പറ്റിയൊക്കെ നമ്മൾ ധാരാളമായിട്ട് കണ്ടു. അപ്പൊ ഇവിടെ ആ എന്താ ഈ നിഷ്കള രൂപത്തെ അല്ലെങ്കിൽ ആ സ്തുതിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, നമസ്കരിക്കാൻ മാത്രമേ നമുക്കൊക്കെ സാധിക്കുള്ളൂ. വേറെ ഒന്നും അത് എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാ പറച്ചിലുകളുടെയും മുകളിലാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമസ്കരിക്കുക, സ്തുതിക്കുക, അത് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ മേൽപ്പത്തൂർ ഇത് സാധാരണ നമ്മുടെ നാരായണീയ സപ്താഹ വേളകളിലും അല്ലെങ്കിൽ നാരായണീയ പാരായണ വേളകളിലൊക്കെ ഈ ദശകം ചൊല്ലുമ്പോൾ ഓരോ ദശകം കഴിയുമ്പോഴും ഗുരുനാഥന്മാര് നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കും. അപ്പോ നമസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. പിന്നെ ചില സന്ദർഭങ്ങളില് നമുക്ക് നമസ്കരിക്കാൻ മാത്രമേ നമുക്കൊക്കെ ശക്തിയുള്ളൂ. വേറെ ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രഭാഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വിശദീകരിക്കാനോ ഒന്നും സത്യത്തില് ശക്തിയില്ല ആർക്കും. കാരണം ഇത് അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഇവിടെ ആ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ളത് ആർക്കും അറിയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മുനീന്ദ്രന്മാർക്കും ദേവന്മാർക്കും അവർക്ക് പോലും ആ ഭഗവത് സ്വരൂപത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ സാധിക്കില്ലെങ്കിൽ സാധാരണ ഭക്തന്മാരായ നമുക്കൊക്കെ അങ്ങനെ അതിനെപ്പറ്റി വിശദീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അവിവേകമായി മാറും. അപ്പോ ആ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അകലെയാണ് ഭഗവാൻ. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് എന്നുള്ള അത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ പ്രഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉൽപ്പത്തി സ്ഥാനവും ഭഗവാൻ തന്നെയാണ്, അത് വിലയിക്കുന്നതും ഭഗവാനിലേക്കാണ്. അപ്പോ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിയുടെ കാരണവും ഒക്കെ ഭഗവാൻ തന്നെ എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബ്രഹ്മാണ്ടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ആ പരംപൊരുളിനെ നമസ്കരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം എന്നുള്ളത്, അതുപോലെ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യദുന്നയാദിതരതശ്ചാർത്ത് ശഭിജ്ഞസ്വരാൾ, ഇത് രണ്ടും നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ സ്മരിക്കാൻ സാധിക്കും. കാരണം സ്തുതി തന്നെ, സ്തുതിക്കുക.
ആ പരമമായ ശക്തിയെ അല്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപത്തെ നമസ്കരിക്കുക എന്ന് മാത്രമേ മേൽപ്പത്തൂരിനും സാധിക്കുന്നുള്ളൂ, നമുക്കും അത്ര തന്നെ സാധിക്കുള്ളൂ. പിന്നെ അപ്പൊ ആ ബ്രഹ്മസ്വരൂപനായാണ് ഭഗവാൻ എന്ന് ഉറപ്പിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് ആ ജന്മമോ കർമ്മമോ അല്ലെങ്കിൽ ആ ഗുണദോഷങ്ങളോ സുഖ ദുഃഖം അതൊന്നും പരമാർത്ഥത്തില് ഈ പരബ്രഹ്മ സ്വരൂപത്തെ ബാധിക്കുന്നില്ല. അതൊക്കെ ലോക അനുഗ്രഹത്തിനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഭഗവാൻ മായയെ അവലംബിച്ചിട്ട് ജന്മാദികളെ കൈക്കൊള്ളുന്നു. ഹിരണ്യഗർഭനായിട്ട് സത്യലോകത്തിൽ, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പലതായി തിരിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ മായയുടെ ലക്ഷണങ്ങളായിട്ട് വിദ്യ, അവിദ്യ, ജ്ഞാനം, ഐശ്വര്യം ഇതൊക്കെ മായയുടെ പല ലക്ഷണങ്ങളാണ്. അപ്പൊ മായയെ സ്വീകരിക്കുമ്പോൾ അരൂപിയായിട്ടുള്ള ഭഗവാൻ ആ വിദ്യ അവിദ്യ ശക്തികളുടെ പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അനേക രൂപങ്ങളായിട്ട് അനേക രൂപനായിട്ട് കാണപ്പെടുന്നു. അപ്പൊ രൂപമില്ലാത്ത ഭഗവാൻ അനേക രൂപത്തില് സ്ഥാവരമായതും ജംഗമമായതുമുള്ള വസ്തുക്കളായിട്ട് അപ്പൊ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പരിശോഭിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഇപ്രകാരം സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഒരു നമുക്കതൊരു അത്ഭുതമായിട്ട് അല്ലെങ്കിൽ മുക്തിയെ തരുന്ന പരമാനന്ദ രസത്തെ തരുന്ന അങ്ങനെ ശോഭിക്കുന്ന അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടത്തേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ സ്വരൂപം ആ പക്ഷി മൃഗാദികളായിട്ടല്ല, മനുഷ്യനായിട്ടല്ല, ദേവനോ അസുരനോ ആയിട്ടല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, ദ്രവ്യം, കർമ്മം, ജാതി, ഗുണം, സത്ത്, അസത്ത് ഇതൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കുകയാണ് എല്ലാം. ഇതല്ല ഇതല്ല എന്ന്. അപ്പൊ ശേഷിക്കുന്നത് എന്താണ്? ഭഗവത് സ്വരൂപം മാത്രമാണ്. അപ്പോ ഉപനിഷത്ത് വാക്യങ്ങളാൽ മാത്രം അറിയപ്പെടുന്നതാണ് ഭഗവാന്റെ രൂപം. അപ്പൊ ഉപനിഷത്തുകളില് ഇതല്ല ഇതല്ല എന്ന് സർവത്തിനെയും നിഷേധിക്കുമ്പോൾ ഒടുവിൽ ശേഷിക്കുന്ന ആ വാക്യങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് അറിയുന്ന ആ ബ്രഹ്മാനന്ദ സ്വരൂപമായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം അത് ആനന്ദ രൂപമാണ്. അത് നാമരൂപ ആദി എല്ലാറ്റിനും അതീതമായിട്ടുള്ളതാണ്. നേത്രങ്ങൾക്ക് വിഷയീഭവിക്കുന്നതല്ല. അത് ധ്യാനത്തിലൂടെ മാത്രമേ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെയുള്ള ആ പരമാത്മ സ്വരൂപനെ ഞാൻ നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം എന്നാണ്. പിന്നെ സ്തുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഭട്ടതിരിപ്പാട് പറയാണ്, ഭഗവാനെ അങ്ങ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ അല്ലെങ്കിൽ അങ്ങനെ മായയിൽ പ്രതിബിംബനായിട്ടിരിക്കുകയാണ്. അപ്പൊ മായാബന്ധമില്ലാതെ മഹത്തത്വം, അഹങ്കാരം, സാത്വിക ഗുണം, രാജസ താമസ ഗുണങ്ങള്, പിന്നെ ശബ്ദ സ്പർശ രസ രൂപ ഗന്ധങ്ങള്, പഞ്ചഭൂതങ്ങള്, 10 ഇന്ദ്രിയങ്ങള്, പ്രാണൻ, ഇതിനെ കൊണ്ടൊക്കെ ഒരു സ്വപ്ന സങ്കല്പ സമാനമായിട്ടുള്ള ഈ സർവ ജഗത്ത് സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ സത്യത്തില് ഇല്ലാത്തതാണ്, അജ്ഞാനം കൊണ്ടാണ് ഇത് ഉണ്ടെന്ന് തോന്നിക്കുന്നത്. അപ്പൊ സ്വപ്നസങ്കല്പ സമാനമായിട്ടുള്ള ഈ ജഗത്ത്, ഇതിനെ ഭഗവാന്റെ കാലം എന്നുള്ള ഒരു ശക്തി, അപ്പൊ ഭഗവാൻ കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ ആ കാലം എന്നുള്ള ആ ശക്തി കൊണ്ട് അതിനെ സംഹരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോ ഇവിടെ ആമയുടെ ഒരു ഉദാഹരണം പറയും. ആമ സ്വന്തം കാലുകളെയൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ അതുപോലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാൻ തന്നെ. ഇപ്പൊ നമ്മള് ഊർണനാഭി 8 കാലിയുടെ ഒരു ഉദാഹരണം നമ്മള് 24 ഗുരുക്കന്മാരുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സംഹാരത്തിന് ശേഷം ആ കാരണജലം, അതാണല്ലോ ബേസിക് റോ മെറ്റീരിയൽ, അതാണ്. അവിടെ ആ തമസില് സ്വയം പ്രകാശിച്ചുകൊണ്ട് പക്ഷെ ആ തമസുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആ ഒരു ശക്തി മാത്രം പ്രകാശിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അത് നാശമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അവിടെ അവശേഷിക്കുന്നത്. അപ്പൊ ആദിയിലും അന്തത്തിലും ആദിയിലും അവസാനത്തിലും. അപ്പൊ അങ്ങേക്ക് പിന്നാലെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അങ്ങ് സർവത്തിനും സാക്ഷിഭൂതനായിട്ട് നിത്യനായിട്ട് അശേഷനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ചിദാനന്ദ സ്വരൂപനായി സ്വയം പ്രകാശിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ്. പിന്നെ ഇപ്പൊ സർവത്തിന്റെയും
രൂപം ഭഗവാനാണ്, സർവവും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ സർവ ആത്മഭാവത്തില് എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ. അപ്പൊ ജഗത്തിന് കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടിക്ക് കാരണം, അതുപോലെ പല കാരണങ്ങൾ വേദാന്തത്തിലെ പല കാരണങ്ങളും പറയുന്നുണ്ട്. പുരുഷൻ, പ്രകൃതി, അങ്ങനെ അതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ചിത്തം, ആത്മാവ്, അങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് ആ അദ്വൈത തത്വം, ഈശ്വരൻ, ഭഗവാൻ, പരമാത്മാവ്, ബ്രഹ്മം എന്നൊക്കെ ഭാഗവതത്തിലും മറ്റ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ് ആ മായ ഉണർന്ന് പ്രവർത്തിച്ച് ചൈതന്യവത്തായിട്ടുള്ള ഒരു പ്രേരക ശക്തിയാണ് മായ. അതുകൊണ്ടാണ് വിശ്വസൃഷ്ടി ഉണ്ടായത് എന്ന് നമ്മൾ ആദ്യത്തെ ദശകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വസൃഷ്ടിക്ക് കാരണമായത് ഭഗവാൻ തന്നെ. അപ്പോ സൃഷ്ടികൾക്കെല്ലാം കാരണമായ ചൈതന്യമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം, അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ്. പിന്നെ മൂലപ്രകൃതി എന്ന് പറയുന്നത് അവിദ്യയാണ് എന്നാണ്. അപ്പൊ അവിദ്യയുടെ രൂപത്തില് സത്ത്, അസത്ത്, അതായത് ഉള്ളത്, ഇല്ലാത്തത്, കൂടിയത്, കുറഞ്ഞത്, അങ്ങനെയൊക്കെ പല ഭാവങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ മായയുടെ തന്നെ രണ്ട് അവസ്ഥകളാണ് വിദ്യയും അവിദ്യയും. അപ്പൊ അവിദ്യ നീങ്ങിയാൽ പിന്നെ അവിടെ പ്രകാശിക്കുന്നത് വിദ്യ. അതാണ് തത്വജ്ഞാനം എന്നുദ്ദേശിക്കുന്നത്. ആ തത്വജ്ഞാനത്തിൽ കൂടി തന്നെ ലഭിക്കുന്നതാണ് മുക്തി എന്നുള്ളത്. അപ്പൊ അതിനെ കയറിൽ പാമ്പ്, ആ ഒരു ഉദാഹരണം എപ്പോഴും വേദാന്തത്തിലും എല്ലാറ്റിലും അത് പ്രയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മായ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും മനസ്സില് അല്ലെങ്കിൽ അറിവ്, കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിലാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് എന്നാണ്. അപ്പൊ അത് നീങ്ങാനും, ഇപ്പൊ അവിടെ ശരിക്കും ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കിടക്കുന്ന കയറാണ് പാമ്പായിട്ട്, പാമ്പിനെ പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അജ്ഞാനജന്യമായിട്ടുള്ള ആ അന്ധകാരം കൊണ്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവാത്തത്. അപ്പൊ അവിടെ വെളിച്ചം വന്നാൽ മനസ്സിലായി അതെന്താണ് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ ആ അവിദ്യ അല്പാൽപമായിട്ട് മാറി ആ വിദ്യ സ്വരൂപം പ്രാപിക്കണം. അതിനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അപ്പൊ ഇവിടെ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അജ്ഞാന സ്വരൂപം എന്ന് പറയുന്നത് ഒരു കാട് പോലെ, ഒരു സംസാര സാഗരം എന്ന് പറയുന്ന പോലെ സംസാരമാകുന്ന ഒരു കാട്, അതിനെ വെട്ടിമാറ്റാനുള്ള മഴുവായിട്ട്, അങ്ങനെ പരശു എന്നാ പറഞ്ഞിട്ടുള്ളത്, അതിനെ മുറിച്ചു മാറ്റാനുള്ള ഒരു മഴുവായി തീരുന്നു ഈ വിദ്യ. അപ്പോ അങ്ങനെ അവിദ്യാരൂപത്തെ ജ്ഞാനരൂപമാക്കി മാറ്റി ഭക്തരെ അനുഗ്രഹിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ കൃപാകടാക്ഷത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മള് ഇതിനു മുൻപുള്ള ഒരു ദശകത്തില് അജ്ഞാനമാകുന്ന കാടിനെ നശിപ്പിക്കുന്ന അഗ്നി, അതും ജ്ഞാനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓരോ ഉദാഹരണങ്ങളിൽ കൂടി സാധാരണക്കാരായ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭട്ടതിരിപ്പാട് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഓരോ യഥാർത്ഥമായിട്ടുള്ള തത്വം ആലോചിച്ചു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മാത്രമാണ്. അത് അനുഭവപ്പെടുത്താൻ സാധിക്കില്ല. ഈ ബ്രഹ്മവും പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ ആ കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ, ആ പരബ്രഹ്മ സ്വരൂപിയായിട്ട് ഇവിടെ പരിശോഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അത് പറഞ്ഞതുകൊണ്ടോ ഒന്നുമില്ല, അത് നമ്മൾ അനുഭവത്തിൽ വരണം. അപ്പൊ അനുഭവത്തിൽ വരണമെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഭക്തി എന്നുള്ള ഭാവം ഉള്ളിൽ ഉറയ്ക്കുമ്പോഴാണ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ആ ജ്ഞാനത്തിൽ കൂടി ആ ഉൾക്കണ്ണ് തുറക്കണം എന്നുള്ളതാണ്. പിന്നെ അതിനും ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും കാരണം, ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ഇവിടെ സ്വർണം അല്ല, വള, മാല അല്ലെങ്കിൽ കമ്മല്, എല്ലാറ്റിലും അടങ്ങിയിട്ടുള്ളത് സ്വർണമാണ്. പക്ഷെ അതിന്റെ രൂപങ്ങൾ മാത്രം വ്യത്യാസമുണ്ട്. അതുപോലെ ഇപ്പോ കുടം അല്ലെങ്കിൽ ഒരു കലം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്, അപ്പൊ അതിന്റെ കാരണം മണ്ണാണ്. അപ്പൊ വള, മാല, അതിന്റെയൊക്കെ കാരണം സ്വർണമാണ്. അപ്പൊ അതുപോലെ ആ ഭഗവാൻ, പരബ്രഹ്മമൂർത്തിയായ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ കാരണമായിട്ട് ശോഭിക്കുന്നു എന്നാണ്. അപ്പൊ കാര്യകാരണങ്ങള് അത് മനസ്സിലാക്കണമെങ്കിൽ ആ സ്വർണം കാരണം, ആഭരണം കാര്യം, അതുപോലെ മണ്ണ് കാരണം, കുടം കാര്യം,
അങ്ങനെ അപ്പൊ ഇത് നോക്കുമ്പോ ഇവിടെയാണ് നമുക്ക് വീണ്ടും അത് പറയാൻ പറ്റുക. നീയല്ലോ ദൈവമേ, സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും നീയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു കാര്യം പറയാണ്, ഇപ്പൊ ഒരു സ്വപ്നം കാണാണ് ഒരാള്, നല്ല ഉറക്കത്തില് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് സ്വപ്നമായിരുന്നു എന്നുള്ളത്. അത് ഉണരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതുപോലെ ആ ഉണർച്ചയാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എപ്പോഴും ഉറക്കത്തിനെ ഒരു തമസായിട്ടാണ് പറയുക. അപ്പൊ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന്, ആ ഉറക്കം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ കിടന്ന് ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഓരോ കാര്യങ്ങളും തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അപ്പോഴാണ് അവിടെ ജ്ഞാനം ഉദിക്കുന്നത്. അങ്ങനെ അവിദ്യ നീങ്ങുമ്പോ ആ തത്വം സ്പഷ്ടമാവാണ്, തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ആ ജ്ഞാനദീപമായിട്ടുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ്. പിന്നെ പ്രപഞ്ച കാരണവും പ്രപഞ്ച സ്വരൂപനും സകലതും നിയന്ത്രിക്കുന്നതും ഒക്കെ സർവേശ്വരനായിട്ടുള്ള ഭഗവാനാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് നമുക്ക് എല്ലാറ്റിനും ഒരു കൃത്യതയുണ്ട്. സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും കാറ്റ് ചലിക്കുന്നതും എല്ലാം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ നടക്കുന്ന സംഗതികളാണ്. അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ള നിയന്ത്രണത്തില്, അതിനെന്തെങ്കിലും ഒരു പെശക് വന്നാല്, ഇപ്പൊ ഭൂമിയുടെ ചലനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെശക് വന്നാൽ എത്രമാത്രം ആഘാതമാണ് അത് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അപ്പോ പറയാണ്, ആരെ പേടിച്ചിട്ടാണ് സൂര്യൻ ദിവസവും ഉദിക്കുന്നത്, തീയ വസ്തുക്കളെ ദഹിപ്പിക്കുന്നത്, കാറ്റ് വീശുന്നത്? ആരെ പേടിച്ചിട്ടാണ് ബ്രഹ്മാദി ദേവന്മാര് അവരവരുടെ കർമ്മങ്ങള് പൂജകള് യഥാസമയം നടത്തുന്നത്? ആരാണ് ഇവരെയൊക്കെ അവരവരുടെ സ്ഥാനങ്ങളില് അവരോധിച്ചിട്ടുള്ളത് എന്നൊക്കെ. അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്ന, സർവത്തിന്റെയും നിയന്ത്രിക്കുന്ന ആളായിട്ടുള്ള ആ ഭഗവാൻ, ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെ എന്ന് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ചു പറയാണ് ഭഗവാന്റെ മുന്നില്. അപ്പോ ഒരു മഹാശക്തിയുടെ നിയന്ത്രണത്തിലാണ് സാക്ഷാൽ ബ്രഹ്മാവ് പോലും. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ആ ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പൊ നമ്മുടെ നിയന്ത്രണം ഭഗവാനിലാണ് എന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി ധൈര്യമാണ് കിട്ടുക. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോ അതല്ലേ ഏറ്റവും വലിയ ധൈര്യം. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഭക്തന് ഭയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇതിനു മുൻപും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അഹങ്കാരം ഉള്ളിലുള്ള മനുഷ്യര് എപ്പോഴും വിചാരിക്കും ഇത് എന്റെ കഴിവ് കൊണ്ടാണ്, ഞാൻ ചെയ്യുന്നതാണ്, ഞാനില്ലെങ്കിൽ ഈ ലോകം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതും പറയാറുണ്ടല്ലോ. പല സന്ദർഭങ്ങളിലും പലരും പറയാറുണ്ട്. കാരണം എത്ര അറിവുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ആ അഹങ്കാരം തലപൊക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ അഹങ്കാരത്തെ വിവേകം കൊണ്ട് മറികടന്ന് ആ അനന്തമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ അനുഭവിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഭഗവാന്റെ മഹിമകളെ പറ്റി വർണ്ണിക്കുന്നത്. ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ പറയുമ്പോ അത് പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ആരാ, എന്താണ്, എവിടെയാണ്, ഒന്നും അല്ല എന്നുള്ള. അപ്പൊ അറിയും തോറും ഇതൊന്നും അല്ല അറിവ്, ഇതിനേക്കാൾ എത്രയോ അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ആവരണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനിയും ധാരാളം മനസ്സിലാക്കാനുണ്ട്, ഈ ഒരു ജന്മം കൊണ്ടൊന്നും അവസാനിക്കുന്നു തോന്നുന്നില്ല ഭഗവാനെ എന്ന് പറയാൻ തോന്നും ചിലപ്പോഴൊക്കെ. പിന്നെ ആ ത്രിഗുണമയമായിട്ടുള്ള ആ ത്രൈലോക്യത്തെ സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്. ത്രിഗുണങ്ങൾ, അത് സത്വം രജസ് തമസ്, 3 ലോകങ്ങള്, സ്വർഗം ഭൂമി പാതാളം, പിന്നെ 3 അക്ഷരങ്ങളുടെ മുഖ്യമായിട്ടുള്ള എന്താണ് ആ പരബ്രഹ്മം എന്നുള്ള അർത്ഥം തന്നെ. പിന്നെ ത്രിമൂർത്തികള്, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ, 3 വേദങ്ങള്, അതൊക്കെ കീർത്തിക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം. അപ്പൊ ഇതൊക്കെ പറയുന്നത് ആ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ പറ്റി തന്നെയാണ്. പിന്നെ 3 അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. പിന്നെ ഇതിന്റെ എല്ലാം ഉള്ള വേറൊരു തുര്യാവസ്ഥയെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ ഈ 3 യുഗങ്ങളില്, പിന്നെ 3 യുഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ ഈ ഓരോ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ വിശ്വത്തെ
അളന്നെടുത്ത ആളാണ് ഭഗവാൻ. വാമന അവതാരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ 3 കാലത്തിനും ഭേദമില്ലാത്ത ശക്തി സ്രോതസ്സാണ് ഭഗവാൻ. അപ്പൊ ആ കാലദേശാവധിഭ്യാം നിർമുക്തം എന്നുള്ളത് അതിനാണ് ആദ്യം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അങ്ങനെ നിരവധി മഹിമകള് പ്രകീർത്തിക്കാനുണ്ട്. അപ്പൊ 3 കാലങ്ങളിലും, ഭൂതം, ഭാവി, വർത്തമാനം, അങ്ങനെയുള്ള ഒരു കാലങ്ങളിലും ഭഗവാന് ഒരു ഭേദമില്ല. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ആ കർമ്മ ജ്ഞാന ഭക്തി യോഗങ്ങളായിട്ടുള്ള ആ യോഗങ്ങളെ കൊണ്ട് എപ്പോഴും നമുക്ക് ഭഗവാനെ ഭജിക്കുക. അത് തന്നെയാണ് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. വേറെ ഒരു മാർഗവും ഭഗവാനെ ഭജിച്ചോളൂ എന്നാണ്. ഈ ഒരു ജന്മം, മനുഷ്യജന്മം, വിശിഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചോളൂ എന്ന് നമ്മളോട് പറഞ്ഞു തരാണ്. ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭ്യുദയകാംക്ഷി എന്നുള്ള പോലെയൊക്കെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമ്മളെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കാണ്. ഇതൊക്കെ ചെയ്തോളൂ എന്ന് ഭഗവാന്റെ മുന്നിലാണ് പറയുന്നതെങ്കിലും നമ്മളെ പോലെയുള്ള സാധാരണ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപത്തെ, നിഷ്കള ബ്രഹ്മസ്വരൂപത്തെ നിർവചിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് സത്യമാണ്. ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ എന്നെ സംരക്ഷിച്ച് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാണ്. പിന്നെ ആ 3 കാലങ്ങളിൽ നിലനിൽക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം മായാബന്ധമില്ലാത്തതാണ്, വിജ്ഞാനമയമാണ്, മുക്താവസ്ഥയെ തരുന്നതാണ്, അതൊക്കെ പറഞ്ഞു. അദ്വൈതമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാ ഐശ്വര്യങ്ങളുടെയും പ്രകാശത്തിന്റെ ആശ്രയമായിട്ടുള്ളത് ഭഗവാനാണ്. എത്ര ഐശ്വര്യമുണ്ടെങ്കിലും അവിടെ ആ ഭഗവാന്റെ ഒരു കയ്യൊപ്പില്ലെങ്കിൽ ആ കാര്യത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അതും നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കാരണങ്ങളും ഇല്ലാത്ത, അതുപോലെ രാഗദ്വേഷങ്ങളൊന്നും അതൊന്നും ഇല്ലാത്ത, അവസാനമില്ലാത്ത ആ മഹാത്മ്യം, അല്ലെങ്കിൽ ആ മഹാത്മ്യ അതിശയം കൊണ്ട് വിളങ്ങുന്ന പിന്നെ മഹർഷിമാര്. അപ്പൊ അവര് സർവസംഘ പരിത്യാഗികളാണ്. അങ്ങനെയുള്ള മഹർഷിമാരുടെ മഹാസമാധിയിൽ പോലും പെട്ടെന്നൊന്നും തെളിഞ്ഞു കിട്ടുന്നില്ല. പക്ഷെ തെളിഞ്ഞു കിട്ടുന്നവർക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു പുരുഷാത്മകം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അമൃത് കുറച്ചൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും, ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭഗവാൻ ഒഴിച്ച് ബാക്കിയെല്ലാം കാലചക്രത്തിന് അധീനമാണ്. നമ്മളെല്ലാം കാലത്തിന് അതീതരായിട്ട് ആരുമില്ല. ഓരോ കാലങ്ങൾക്കനുസരിച്ചാണ്. നമ്മള് 10 കൊല്ലം മുമ്പുള്ള ശരീരപ്രകൃതിയോ, അല്ലെങ്കിൽ 10 കൊല്ലല്ല, ബാല്യാവസ്ഥ, അതുപോലെ അങ്ങനെ ഓരോ അവസ്ഥകളാണ്. അപ്പൊ ചിലപ്പോ നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോ നമുക്ക് തന്നെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നോ എന്ന് തോന്നിപ്പോവും. അപ്പൊ അതുപോലെ അത് ഭഗവാന് മാത്രമാണ്. ആ കാലചക്രത്തിന്റെ പിടിയിലില്ലാത്തത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ 12 അഴികളും 360 ചക്രമുനകളൊക്കെ ഉണ്ട് എന്നാണ് ആ കാലത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എന്നുള്ള കണക്കിലൊക്കെയാണ് അതിനെ പറ്റി പറയുന്നത്. അത് കഠിനമായിട്ടുള്ള വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത് ക്ഷണം തോറും ലോകത്തിനെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ആർക്കും തടയാൻ സാധിക്കില്ല, കാലചക്രത്തിന്. അപ്പൊ നമ്മൾ ഓരോ കഥകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കാലത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാലചക്രത്തിന്, അല്ലെങ്കിൽ കാലം എന്നുള്ള ആ ഒരു ഘടകത്തിനെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ കാലരൂപമായിട്ടുള്ള ചക്രം, അതിന്റെ 12 രാശികളാണ് ആ അഴികള്. അതുപോലെ 360 ദിവസങ്ങളാണ് ആ ചക്ര മുനകളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ കാലചക്രത്തിന്റെ വേഗം കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് തടുക്കാനോ ആർക്കും സാധിക്കില്ല. അപ്പൊ ജീവിതത്തിലെ ഓരോ നിമിഷം ഇങ്ങനെ ബലമായിട്ട്, അല്പാൽപമായിട്ട് ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജീവിതം, ജനനം തൊട്ട് മരണം വരെ, അല്ലെങ്കിൽ ജനനം കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്ക് ഇങ്ങനെ നടന്നടുക്കാണ് നമ്മളെല്ലാവരും. ഓരോ പിറന്നാള് കഴിയുമ്പോഴും ജീവിതത്തിലെ ഒരു വർഷം കഴിഞ്ഞു, അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. കാരണം മരണം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അങ്ങനെ അതിന്റെ തത്വത്തിൽ ആലോചിച്ചു നോക്കുമ്പോൾ നമ്മളിങ്ങനെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ആ ഓരോ നിമിഷങ്ങളെയും തട്ടിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയുന്നത്. കാരണം ഒരു സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ യാതൊരു മാർഗവും ഇല്ല.
അപ്പൊ അതുകൊണ്ടാണ് സമയം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, പിശുക്കി ഉപയോഗിക്കണം എന്നൊക്കെ. അപ്പോഴാണ് മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഈ സമയം ഇല്ല എന്ന് പറയുന്നവരാണല്ലോ നമുക്ക് എല്ലാവരും. ഇപ്പൊ നമ്മൾ ബിസി എന്ന വാക്ക് മാത്രമേ ഇപ്പൊ കേൾക്കുള്ളൂ. അപ്പൊ അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ആ സമയത്തിനെ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. എത്ര ടൈം മാനേജ്മെന്റ് ചെയ്താലും നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാലം വരുമ്പോ അവിടെ പിന്നെ ഒരു മാനേജ്മെന്റും നടക്കില്ല എന്നുള്ളത് അതും നമുക്കറിയാം. അപ്പൊ അവിടെ എല്ലാറ്റിനും ചേഞ്ച് ഉണ്ട്. അപ്പൊ ചേഞ്ച് ഇല്ലാത്ത ഒന്ന് ഭഗവത് പാദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് നമുക്ക് പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പൊ കാലചക്രത്തിൽ പെട്ടുഴലുന്ന നമുക്ക് ആ ഭഗവത് പാദങ്ങളെ മാത്രമേ രക്ഷയ്ക്കായിട്ട് ആശ്രയിക്കാനുള്ളൂ. അതിൽ മുറുകി പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതിവിശദമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോ ഇത് എല്ലാ ദിവസവും ഈ ശ്ലോകങ്ങള് ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് ഗുരുനാഥന്മാര് പറയാറുണ്ട്. അപ്പോ അതിന് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കൂടാതെ ഇതൊരു എക്സർസൈസ് ആണ് ശരിക്കും പറഞ്ഞാല്. ഇത് ചൊല്ലുമ്പോ ശരീരത്തിനും മനസ്സിനുമുള്ള ഒരു നല്ലൊരു വ്യായാമമായിട്ട്. അപ്പോ ഇത് തുടക്കത്തിലൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സമയപരിമിതികള് പലതിനെയും ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയെങ്കിലും നമുക്ക് ഇത് മനസ്സിലാക്കാനും ഇതിൽ കൂടി സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്നതും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെ. നമുക്കും ഈ ദശകം ഭക്തി ആദരപൂർവ്വം ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.